ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഇന്ത്യൻ പ്രീമിയം SUV വിപണിയിൽ പുതിയ വെല്ലുവിളിയുമായി ഫോക്സ്വാഗൺ എത്തുന്നു. ജർമ്മൻ വാഹന നിർമ്മാതാക്കളുടെ പുതിയ 3 നിര 7 സീറ്റർ SUV ആയ ഫോക്സ്വാഗൺ ടെയ്റോൺ 2026 ജനുവരി 28-ന് ഇന്ത്യയിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ്. കംപ്ലീറ്റ്ലി നോക്ക്ഡൌൺ റൂട്ടിലൂടെയാണ് രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത് എന്നതിനാൽ ഈ SUVക്ക് ഏകദേശം 49 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ എക്സ് ഷോറൂം വില പ്രതീക്ഷിക്കുന്നു. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ടൊയോട്ട ഫോർച്യൂണർ, ജീപ്പ് മെറിഡിയൻ, MG ഗ്ലോസ്റ്റർ തുടങ്ങിയ SUVകളിൽ നിന്ന് ടെയ്റോണിന് വെല്ലുവിളി നേരിടേണ്ടി വരും. ഔദ്യോഗിക എഞ്ചിൻ സവിശേഷതകൾ വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്തും. എങ്കിലും ടിഗ്വാൻ R ലൈനിൽ നിന്ന് കടമെടുത്ത 2.0 ലിറ്റർ TSI പെട്രോൾ എഞ്ചിനുമായി ഫോക്സ്വാഗൺ ടെയ്റോൺ വരുമെന്നാണ് പ്രതീക്ഷ. 7 സ്പീഡ് DSG ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി ജോഡിയാക്കിയ ഈ എഞ്ചിൻ പരമാവധി 204 bhp പവറും 320 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. SUVയിൽ ഫോക്സ്വാഗന്റെ 4 മോഷൻ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റവും ഉണ്ടാകും. ഇന്റീരിയറും സവിശേഷതകളും. പുതിയ ഫോക്സ്വാഗൺ 7 സീറ്റർ SUVയുടെ ഇന്റീരിയർ ഒന്നിലധികം നൂതന സാങ്കേതിക വിദ്യകളും സവിശേഷതകളും കൊണ്ട് നിറഞ്ഞിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആഗോളതലത്തിൽ ലഭ്യമായ മോഡലിന് സമാനമായി ഇന്ത്യ സ്പെക് പതിപ്പിൽ 10.15 ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, 12.6 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, 10 കളർ ആംബിയന്റ് ലൈറ്റിംഗ്, വയർലെസ് ചാർജിംഗ് പാഡുകൾ, പനോറമിക് സൺറൂഫ്, 3 സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, റിയർ വ്യൂ ക്യാമറ, ഡൈനാമിക് ക്ലാസിക് കൺട്രോൾ പ്രോ, 9 എയർ ബാഗുകൾ എന്നിവയും ഈ വാഹനത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 2026-ൽ നടക്കുന്ന പുരുഷ ഫുട്ബോൾ ലോകകപ്പിനായി ടിക്ടോക്കിനെ വീഡിയോ കണ്ടന്റ് പങ്കാളിയായി ഫിഫ തെരഞ്ഞെടുത്തത് ലോകകപ്പ് പ്രചാരണത്തിൽ പുതിയ ഡിജിറ്റൽ യുഗത്തിന് തുടക്കം കുറിക്കുകയാണ്. മത്സരങ്ങളോടനുബന്ധിച്ച് പ്രത്യേക ദൃശ്യങ്ങളും ക്രിയേറ്റർ കണ്ടന്റുകളും ടിക്ടോക്ക് വഴി ആരാധകരിലേക്ക് എത്തിച്ച് ലോകമെമ്പാടുമുള്ള യുവ ആരാധകരെ കൂടുതൽ ആകർഷിക്കുകയാണ് ഈ പങ്കാളിത്തത്തിന്റെ ലക്ഷ്യം. ലോകകപ്പ് മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ദൃശ്യങ്ങൾ, ഹൈലൈറ്റുകൾ, പ്രത്യേക ബിഹൈൻഡ് ദ സീൻസ് കണ്ടന്റുകൾ എന്നിവ ടിക്ടോക്ക് പ്ലാറ്റ്ഫോമിലൂടെ ആരാധകർക്ക് ലഭ്യമാകും. പുതിയ പങ്കാളിത്തത്തിന്റെ ഭാഗമായി കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് ലോകകപ്പിനിടെ പ്രത്യേക ആക്സസും അനുവദിക്കും. ഇതുവഴി ആരാധകർക്ക് കൂടുതൽ ആകർഷകവും വേഗത്തിലുള്ളതുമായ ലോകകപ്പ് അനുഭവം ഒരുക്കിയാണ് ഫിഫയുടെ ലക്ഷ്യം. 2026 അവസാനം വരെ ഈ കരാർ നിലനിൽക്കും. 2023 വനിതാ ലോകകപ്പിൽ ഫിഫയും ടിക്ടോക്കും തമ്മിൽ നടന്ന സഹകരണം വൻ വിജയമായിരുന്നു. ആ ടൂർണമെന്റിനിടെ ടിക്ടോക്കിൽ 10,000-കണക്കിന് ബില്യൺ വ്യൂസ് ലഭിച്ചതായാണ് ഫിഫയുടെ കണക്കുകൾ. ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുരുഷ ലോകകപ്പിനായും ഈ പങ്കാളിത്തം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്ത മൊബൈൽ ആപ്പായി മാറിയ ടിക്ടോക്ക് ദേശീയ സുരക്ഷാ ആശങ്കകളെ തുടർന്ന് അമേരിക്കയിൽ നിരോധന ഭീഷണിയും നേരിടുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ചൈന ആസ്ഥാനമായ ടിക്ടോക്കിന്റെ മാതൃസ്ഥാപനമായ ബൈറ്റ് ഡാൻസ്, ഒറാക്കിൾ, സിൽവർ ലേക്ക്, MGX എന്നിവയുമായി ചേർന്ന് ഒരു US ജോയിന്റ് വെഞ്ചർ രൂപീകരിക്കാൻ ഡിസംബറിൽ സമ്മതിച്ചിരുന്നു. ഈ കരാർ ഈ മാസം തന്നെ അന്തിമമാക്കാനാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ വൻ സാധ്യതകൾ ലക്ഷ്യമിട്ട് മുന്നേറുന്ന ഇലോൺ മസ്കിന്റെ സ്റ്റാർട്ടപ്പായ XAI വലിയ സാമ്പത്തിക സമ്മർദ്ദം നേരിടുന്നതായി റിപ്പോർട്ട്. വൻ നിക്ഷേപങ്ങളും ചെലവുകളും തുടരുന്നതിനിടെ കമ്പനിക്ക് $1.46 ബില്യൺ നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സെപ്റ്റംബറിൽ അവസാനിച്ച സാമ്പത്തിക വർഷപാദത്തിൽ XAI കമ്പനിക്ക് $1.46 ബില്യൺ നഷ്ടമാണുണ്ടായത്. അതിനു മുൻപുള്ള രണ്ടാം പാദത്തിൽ $1 ബില്യൺ നഷ്ടം രേഖപ്പെടുത്തിയിരുന്നു. നഷ്ടം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും കമ്പനിയുടെ വരുമാനത്തിൽ ശ്രദ്ധേയമായ വളർച്ച ഉണ്ടായതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മുൻ പാദവുമായി താരതമ്യം ചെയ്യുമ്പോൾ XAIയുടെ വരുമാനം ഏകദേശം ഇരട്ടിയായി. 2025 സെപ്റ്റംബർ 30 അവസാനിച്ച പാദത്തിൽ കമ്പനി $107 മില്യൺ വരുമാനം നേടി. കഴിഞ്ഞ വർഷം ആദ്യ 9 മാസങ്ങൾക്കിടെ XAI ഏകദേശം $7.8 ബില്യൺ ചെലവാക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നു. AI മേഖലയിൽ ഇതൊരു പൊതുവായ പ്രവണതയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഭാവിയിലെ സാധ്യതകൾ മുന്നിൽ കണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിനും സാങ്കേതിക പുരോഗതിക്കും കമ്പനികൾ വൻ നിക്ഷേപമാണ് നടത്തുന്നത്. എന്നാൽ OpenAI ഉൾപ്പെടെയുള്ള മുൻനിര AI കമ്പനികൾക്കും നിലവിൽ ഈ നിക്ഷേപങ്ങളിൽ നിന്ന് വലിയ വരുമാനം ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.